ബാർസലോണയിലെ മെസ്സി, സുവാരസ്, നെയ്മർ സഖ്യം പോലെ, റിയൽ മാഡ്രിഡിലെ ബെയിൽ, ബെൻസെമ, റൊണാൾഡോ കൂട്ടുകെട്ട് പോലെ പണ്ട് കളി കണ്ടവർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത റിവാൾഡോ, റൊണാൾഡോ, റൊണാൾഡീഞ്ഞോ കൂട്ടുകെട്ട് പോലെയുള്ള മുന്നേറ്റ ത്രയങ്ങളാണ് പലപ്പോഴും ചില ടീമുകളെ ചരിത്രത്തിൽ അടയാളപ്പെടുത്താറുള്ളത്. ഒരുപക്ഷെ ഈ മുന്നേറ്റ ത്രയങ്ങളെല്ലാം കിരീടങ്ങളൊന്നും നേടിയില്ലെങ്കിലും കളി കണ്ടവർക്കൊന്നും ഇവരുടെ കൂട്ടുകെട്ടും കളിക്കളത്തിൽ അവരുണ്ടാക്കിയ നിമിഷങ്ങളും ഒരിക്കലും മറക്കാൻ കഴിയില്ല. കാരണം അത്രയും മനോഹരമായ കാഴ്ചകളായിരുന്നു കളിക്കളത്തിൽ അവർ ഫുട്ബോൾ ആരാധകർക്കും അവരുടെ ടീമിനും വേണ്ടി ഒരുക്കിയത്. ക്ലബ്ബ് തുടങ്ങി 8 വർഷത്തോളം പിന്നിട്ടിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിരയിലെ ഏറ്റവും വലിയ മിസ്സിംഗ് ആയിരുന്നു മുന്നേറ്റ നിരയെ നയിക്കാൻ ഒരിക്കലും തളരാത്ത, എത്ര വലിയ എതിരാളിയാണെങ്കിലും അവർക്കെതിരെ ഒരിക്കലും കീഴടങ്ങാത്ത ഒരു മുന്നേറ്റത്രയം എന്നുള്ളത്. പരിശീലകനായി വന്നതു മുതൽ ഇവാൻ വുക്കമനോവിച്ചിന്റെ ഏറ്റവും വലിയ പദ്ധതികളിലൊന്നും ആരാധകരുടെ ഏറ്റവും വലിയ ആഗ്രഹം കൂടിയായിരുന്നു അത്. അതിനെ നിറവേറ്റാൻ വേണ്ടിയാണ് ഗോൾ അടിക്കാനും അടിപ്പിക്കാനും കഴിയുന്ന 3 പുലിക്കുട്ടികളെ അദ്ദേഹം മഞ്ഞക്കുപ്പായത്തിലേക്ക് എത്തിച്ചത്. അഡ്രിയാൻ ലൂണ, ജോർജെ പെരേര ഡയസ് ആൻഡ് അൽവാരോ വാസ്ക്വസ് ഗാർഷ്യ. 2020-21 സീസണിൽ എ ലീഗ് കിരീടം നേടിയ മെൽബൺ സിറ്റിയിൽ നിന്നായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് അഡ്രിയാൻ ലൂണ എന്ന യുറുഗ്വയ്ക്കാരൻ കടന്നു വരുന്നത്. എ ലീഗിൽ മികച്ച പ്ലേമേക്കർമാരിൽ ഒരാളായിരുന്നു ലൂണ. എങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ അദ്ദേഹത്തിൽ അത്രത്തോളം പ്രതീക്ഷ അർപ്പിച്ചിരുന്നില്ല. കാരണം മുൻപ് ഇതുപോലുള്ള മികച്ച റെക്കോർഡുകളുമായിട്ട് ഒരുപാട് താരങ്ങൾ ടീമിലെത്തിയിട്ടുണ്ടെങ്കിലും അതിൽ വിരലിലെണ്ണാവുന്ന കളിക്കാർക്ക് മാത്രമേ ശരാശരി പ്രകടനമെങ്കിലും ടീമിന് വേണ്ടി പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷേ ആദ്യ മത്സരം കഴിഞ്ഞപ്പോൾ തന്നെ ആരാധകർക്ക് ലൂണയെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ കിട്ടിയിരുന്നു. ടീം ഒന്നാകെ സഫർ ചെയ്യുന്ന മാച്ചിലും ലൂണ ഡയസിന് നൽകിയ അസിസ്റ്റ് അടക്കം തന്നാലാവുന്നതെല്ലാം മൈതാനത്തോടി നടന്ന് അദ്ദേഹം ചെയ്യുന്നുണ്ടായിരുന്നു. KBFC ആദ്യ വിജയം നേടുന്ന മാച്ചിൽ ഒഡീഷ FCക്കെതിരെ 62-ാം മിനിറ്റ് വരെ സ്റ്റാറ്റ്സിലും കളിയിലുമെല്ലാം ഒപ്പത്തിനൊപ്പമാണ് നിന്നതെങ്കിലും ആ നിമിഷം രണ്ട് ടീമിനെയും വേർതിരിച്ചത് ലൂണയുടെ ഒരൊറ്റ നോലുക്ക് പാസ്സായിരുന്നു. ആ ഒരു നിമിഷം മാത്രം മതിയായിരുന്നു ലൂണ എന്ന താരത്തിൻ്റെ കളിയെ റീഡ് ചെയ്യാനുള്ള കഴിവും പാസിംഗ് ആക്യുറസിയും എത്രത്തോളം മികച്ചതാണ് എന്ന് തിരിച്ചറിയാൻ. ഡിഫൻസിനെ മൊത്തം കീറി മുറിച്ചുകൊണ്ടായിരുന്നു ലൂണയുടെ ആ മാജിക്കൽ പാസ് അൽവാരോ വാസ്ക്വസിലേക്ക് പോകുന്നത്. മത്സരത്തിൻ്റെ അവസാന നിമിഷം മനോഹരമായ ത്രൂ പാസിലൂടെ പ്രശാന്തിന് വേണ്ടിയും ലൂണ അസിസ്റ്റ് ഒരുക്കുന്നുണ്ട്. ചെന്നൈയിൻ FCക്കെതിരെയും ലൂണ കൺസിസ്റ്റന്റ് പെർഫോമൻസ് തുടർന്നതോടെ ടീമിനു വേണ്ടി ആദ്യ ഗോളും അദ്ദേഹം ബോക്സിന് പുറത്തുനിന്നുള്ള മനോഹരമായ ഫിനിഷിലൂടെ നേടുന്നുണ്ട്. FC ഗോവയ്ക്കെതിരെ 2-2 എന്ന സ്കോറിൽ മത്സരം അവസാനിച്ചെങ്കിലും ISL ചരിത്രത്തിൽ എന്നും ഓർത്തു വെക്കാവുന്ന ഒരു അമാനുഷിക ഗോളും ജീക്സിന് വേണ്ടി ഒരു അസിസ്റ്റും നൽകി ലൂണയും അവിടെ ടീമിലെ ഏറ്റവും കൺസിസ്റ്റന്റ് ആയ താരം താനാണ് എന്ന് വീണ്ടും തെളിയിക്കുകയായിരുന്നു. 11-ാം മത്സരത്തിൽ KBFC 5ാമത്തെ വിജയം നേടുമ്പോൾ തളികയിലെന്ന വണ്ണം ഹർമൻജോത് കബ്രക്കും നിഷു കുമാറിനും സെറ്റ് പീസിലൂടെ അതിസുന്ദരമായ അസിസ്റ്റ് ഒരുക്കിയത് അഡ്രിയാൻ ലൂണ എന്ന ലാറ്റിൻ അമേരിക്കൻ മാന്ത്രികനായിരുന്നു. 11 മത്സരങ്ങളിൽ നിന്നും 6 അസിസ്റ്റും 2 ഗോളുകളും ലൂണ ഇതിനോടകം ടീമിനു വേണ്ടി നേടിക്കഴിഞ്ഞു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ജേഴ്സിയിൽ ലൂണ നിൽക്കുന്ന ഓരോ നിമിഷവും ടീമിനൊന്നാകെ ഒരു പോസിറ്റീവ് എനർജി കൈവരുന്നതായി തോന്നിയിട്ടുണ്ട്. അതിൽ പരം മറ്റൊരു കണക്കുകളുടെയും ആവശ്യമില്ല ലൂണ എന്ന താരത്തിന്റെ പ്രാധാന്യം അറിയിക്കാൻ. അർജന്റീനയിലെ ടോപ്പ് ഡിവിഷൻ ക്ലബ്ബായ പ്ലറ്റൻസിൽ നിന്നാണ് ലോൺ അടിസ്ഥാനത്തിൽ കെറോളിസ് കിൻഗിസ് ജോർജെ പെരേര ഡയസ് എന്ന കളിക്കാരനെ KBFCയിലേക്ക് കൊണ്ടുവരുന്നത്. ആദ്യ മത്സരത്തിൽ ലൂണയുടെ പാസിനെ അമരീന്ദറിനെ നിഷ്പ്രഭനാക്കിക്കൊണ്ട് വലയിലെത്തിച്ച ആ നിമിഷം അദ്ദേഹത്തിൻ്റെ ഫിനിഷിങ്ങിൻ്റെ ക്വാളിറ്റി എത്രത്തോളം മികച്ചതാണെന്ന് വ്യക്തമായിരുന്നു. 2ാം മത്സരത്തിൽ നിർണായക അവസരം പാഴാക്കിയതിൻ്റെ പേരിൽ വിമർശനം നേരിടേണ്ടി വന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് ടീമിൻ്റെ മുന്നേറ്റത്തിൽ നിർണായക ഘടകമാവുന്ന ഡയസിനെയായിരുന്നു നമ്മൾ കണ്ടത്. 30-ാം നമ്പർ ജേഴ്സി ധരിച്ച് മൈതാനത്ത് തന്നാലാവുന്ന വിധം കവർ ചെയ്ത് എതിർ ടീം അംഗങ്ങളിൽ നിന്നും പന്തിനെ കൃത്യമായി ഇന്റർസെപ്റ്റ് ചെയ്ത് റാഞ്ചിയെടുത്ത് വിങ്ങിലൂടെ ഒരു കുറുക്കനെ പോലെ ഓടി നടക്കുന്ന ഡയസിന്റെ കാഴ്ച ISLലെ ഒരു സ്ഥിര കാഴ്ചയായി മാറി. ഹൈബോൾ വരുന്ന സമയത്ത് എതിരെ എത്ര വലിയ ഡിഫൻഡർ ആണെങ്കിലും അവരെ ചാലഞ്ച് ചെയ്യാനും പന്ത് വിൻ ചെയ്യാനും കഴിയുന്ന താരമാണ് താനെന്ന് ഇതിനോടകം അദ്ദേഹം ഒരുപാട് തവണ തെളിയിച്ചു കഴിഞ്ഞു. ഈ സീസണിൽ 3 ഗോളുകളും 2 അസിസ്റ്റുകളുമാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ളതെങ്കിലും അദ്ദേഹത്തിന്റെ പ്രസ്സിംഗ് ടീമിനെയും ടീമിന്റെ മുന്നേറ്റത്തിനെയും എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നുള്ളത് കണക്കുകൾക്കും സ്റ്റാറ്റ്സുകൾക്കും അപ്പുറമാണ്.
സീനിയർ ഫുട്ബോളിലേക്ക് എസ്പാനിയോളിലൂടെ അരങ്ങേറ്റം കുറിച്ച സാക്ഷാൽ ബാഴ്സലോണയ്ക്കെതിരെ പോലും ഗോളുകൾ നേടിയ അണ്ടർ-20 വേൾഡ് കപ്പിൻ്റെ ജോയിൻ്റ് ടോപ്പ് സ്കോററായിരുന്ന, കൂടാതെ നമ്മളെല്ലാം ആരാധനയോടെ നോക്കിക്കാണുന്ന പല താരങ്ങളുടെയും കൂടെ പ്രീമിയർ ലീഗിലും ലാലിഗയിലും മൈതാനം പങ്കിട്ട ഒരു താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നുണ്ടെങ്കിലും അദ്ദേഹം ഇന്ത്യൻ മൈതാനത്ത് സംഹാര താണ്ഡവമാടുമെന്ന് ഒരാരാധകൻ പോലും സ്വപ്നത്തിൽ പോലും കരുതി കാണില്ല. അഡ്രിയാൻ ലൂണയുടെ ത്രൂ ബോളിനെ ഡിഫൻസിനെയെല്ലാം പിന്നിലാക്കി ഓടിയെടുത്ത ശേഷം ഗോൾ കീപ്പർ കൃത്യമായി മുന്നോട്ട് കയറിയപ്പോഴും ഒരു ചുവട് പോലും പിഴക്കാതെയോ പതറാതെയോ ആണ് അദ്ദേഹം ഒഡീഷ FCക്കെതിരെ ആ ഗോൾ നേടുന്നത്. മുംബൈ സിറ്റിക്കെതിരെയും ഹൈദരാബാദ് FCക്കെതിരെയും നേടിയ 2 സുന്ദരമായ വോളി ഗോളുകളടക്കം ഈ സീസണുകളിൽ 4 ഗോളിലും 2 അസിസ്റ്റിലും അദ്ദേഹം ഭാഗമായി കഴിഞ്ഞു. ലൂണയുടെയും ജീക്സന്റെയും പൂട്ടിയയുടെയും എല്ലാം പാസുകൾ പിടിച്ചെടുത്ത് ഡ്രിബിൾ ചെയ്ത് മുന്നേറി ഫൈനൽ തേർഡിൽ എതിരാളികൾക്ക് ഭീഷണി സൃഷ്ടിക്കാൻ വാസ്കോസ് മിടുക്കനാണ്. വിങ്ങിൽ നിന്നും കട്ട് ചെയ്ത് ഉള്ളിലേക്ക് കയറി ക്രോസുകൾ ചെയ്യാനും ഷോട്ടുകൾ എടുക്കാനും അദ്ദേഹം നിരന്തരം പരിശ്രമിച്ചുകൊണ്ട് വിജയിക്കുന്ന കാഴ്ചയും പലതവണ ഗ്രൗണ്ടിൽ കണ്ടു കഴിഞ്ഞു. അദ്ദേഹത്തെ വേറിട്ട് നിർത്തുന്ന മറ്റൊരു പ്രധാന കാര്യം, ഗ്രൗണ്ടിൻ്റെ ഏതു ഭാഗത്തു നിന്നാണെങ്കിലും ഗോൾ കീപ്പർ ഔട്ട് ഓഫ് പൊസിഷനാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അദ്ദേഹം കൃത്യമായി ഷോട്ടുകൾ എടുക്കാൻ വിദഗ്ധനാണ്. മുംബൈ സിറ്റിക്കെതിരെ മൈതാന മധ്യത്തു നിന്നുമുള്ള വാസ്കോസിൻ്റെ ഷോട്ട് തലനാരി ഇഴക്കാണ് നവാസ് അവിടെ രക്ഷപ്പെടുത്തുന്നത്. പിന്നീടുള്ള പല മത്സരങ്ങളിലും ഡിഫിക്കൽട്ട് ആംഗിളിൽ നിന്നും ലോങ് റേഞ്ചിൽ നിന്നുമുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ നിർഭാഗ്യം കൊണ്ട് മാത്രം വഴിമാറിപ്പോകുന്ന കാഴ്ചയും നമ്മൾ ഒരുപാട് തവണ കണ്ടു. ഒരുപക്ഷെ ഈ സീസൺ അവസാനിക്കുന്നതിന് മുന്നേ ഒരു വണ്ടർ ഗോൾ ആരാധകർ തീർച്ചയായും അൽവാരോ വാസ്കോസിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. 8 വർഷങ്ങളോളമുള്ള കാത്തിരിപ്പ് അവസാനിപ്പിച്ച് കൊച്ചിയിലേക്ക് ഈ ത്രിമൂർത്തികൾ കിരീടം കൊണ്ടുവരുമോ എന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷേ മുന്നോട്ട് പാസ് നൽകാൻ അഡ്രിയാൻ ലൂണയും ടീമിനു വേണ്ടി ഗോളടിച്ചു കൂട്ടാൻ ജോർജെ പെരേര ഡയസും അൽവാരോ വാസ്കോസും ഉള്ളപ്പോൾ അവസാന ശ്വാസം വരെ ഞങ്ങളുടെ ടീമിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്.